ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പെരുന്നാളിന് രാവിലെ തന്നെ എണീറ്റിട്ടേ ആദ്യം എന്താ ചെക്ക് ചെയ്യാന്നറിയോ, കയ്യിലെ മെഹന്തി എത്രത്തോളം ചോന്നിക്കണമെന്ന്. അങ്ങനെ പുലർച്ചയ്ക്ക് 4 മണിക്ക് എണീച്ചിട്ട് മൈലാഞ്ചിയൊക്കെ നോക്കി നേരെ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഗ്രീൻ പീസ്, പിന്നെ സ്റ്റീം ചെയ്ത് വെച്ച ചിക്കന്. ഇതൊക്കെ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പോണതെന്ന്. യെസ് ഗായ്സ്, നമ്മളെ വീട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസും ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും ബിരിയാണി ഫാൻസാണ്, പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ഫ്രൈഡ് റൈസ് ഒരു കുഴിമന്തി. പിന്നെ ഗ്രേവി ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ മസാല പുരട്ടിമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഴിമന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കുഴിമന്തിക്കുള്ള ചിക്കനും സെറ്റാക്കി വെച്ചു. രാവിലെ 4 മണിക്ക് എണീച്ചുകൊണ്ടും പിന്നെ ഒരു മാസമായിട്ട് 4 മണിക്ക് ഫുഡ് കഴിച്ച ശീലമുള്ളതുകൊണ്ടും 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മളെ വീട്ടിൽ ബ്രെഡും ചിക്കൻ കടായാണ് ഉണ്ടാവല്. ആ ഒരു പതിവിന് ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബ്രെഡും ചിക്കൻ കടായും കഴിക്കാൻ വേണ്ടിയിട്ട്. 7:20 നമ്മളെ പള്ളിയിൽ നമസ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരോടും സലാം പറഞ്ഞ് ഈദ് മുബാറക്കൊക്കെ വിഷ് ചെയ്തിട്ട് എൻ്റെ കാക്കു പള്ളിയിൽ പോയി. അതിൻ്റെ ഇടയിൽ യാരബേബി ഒന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓളെ എണീപ്പിക്കാതെ കുറച്ച് സമയം കൂടെ ഫീഡ് ചെയ്തിട്ട് ഉറക്കി. യാരബേബി രാവിലെ എണീച്ചാൽ ഓളെ കൂടെ കുറച്ച് സമയം കളിച്ചിരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇന്നിപ്പോൾ രാവിലെ ഓളുടെ കൂടെ ഇരുന്നാൽ എൻ്റെ പണിയൊന്നും നടക്കൂലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഓളെ ഉറക്കി. പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് യാരബേബിനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓളെ എണീപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയാക്കി. യാരൂസ് 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 ഈദ് മുബാറക് ഈദ് മുബാറക്. മൈലാഞ്ചി കാണിച്ചെടുത്ത അമ്മൂട്ടി മൈലാഞ്ചി കാണിച്ചെടുത്ത. പുതിയ കുപ്പായിൽ ഛർദിച്ചൊക്കെ ഒരു കുട്ടി. പുതിയ കുപ്പായിൽ ഛർദിച്ച കുട്ടി ഏതാ? ഇയാണോ പുതിയ കുപ്പായിൽ ഛർദിച്ചത്? ആണോ പുതിയ കുപ്പായിൽ ഛർദിച്ചത് ഇയാണോ? പിന്നെ നമ്മൾ മരിച്ചു പോയവരെ കബറുകളൊക്കെ പോയിട്ട് 10 മണി 10:30 ആയപ്പോഴാണ് ബ്രദർ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എല്ലാതും തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ഗ്രേവിയും കുഴിമന്തിയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അടപ്പായസം നമ്മളെ വീട്ടിൽ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. Living life every day, late at night, not okay, all I want. പിന്നെ നമ്മൾ യാരബേബിൻ്റെ ഫസ്റ്റ് ഇതിലെ ഔട്ട്ഫിറ്റ് സെറ്റാക്കി. ഇതായിരുന്നു യാരബേബിക്ക് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ ഇട്ട് കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവൾക്ക് ക്യാപ്പ് തന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ യാരബേബിനെ ഡ്രസ്സപ്പ് ചെയ്ത് സുന്ദരിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ ഞാൻ ഷോർട്സിലും പോസ്റ്റിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. യാരബേബിക്ക് ഉണ്ടല്ലോ ഡ്രസ്സിട്ട് പുറത്തൊക്കെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ നിന്നിരലുണ്ട്. പിന്നെ ഞാനും മാറ്റി സെറ്റായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പിന്നെ പപ്പ വിളിച്ച് കുറച്ച് സമയം പപ്പനോട് സംസാരിച്ചിരുന്നു. യാരബേബി പപ്പ വിളിക്കുമ്പോൾ ഫസ്റ്റ് പപ്പനെ കാണുമ്പോൾ പെട്ടെന്നൊരു ചിരി പാസ്സാക്കി കൊടുക്കും. വേറൊരു സമയത്തും അങ്ങനെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് മുതലേ ഓളെ പപ്പനെ വേറെ തന്നെ അറിയാം. പിന്നെ ട്വിൻസ് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് മണി കാർഡും പെർഫ്യൂം കാർഡും ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ സ്മെല്ലായിരുന്നു കേട്ടോ പെർഫ്യൂമിനൊക്കെ. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതായിരുന്നു നമ്മളെ യാരബേബിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. മാഷാല്ലാ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഡോളിനെ പോലെ ഉണ്ടായിരുന്നു മാഷാല്ലാ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിക്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കോട്ടക്കുന്ന് പോകണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് കോട്ടക്കുന്നൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. നമ്മളെ തറവാട് പോലെ എപ്പോഴും പോയി വരുന്നതല്ലേ, അപ്പോൾ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലേ, പക്ഷേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പോകാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. രാത്രി 12 മണിക്കാണ് എണീച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ എടുത്ത ഫോട്ടോസും വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്താ നല്ലോണം ഉറക്കം കിട്ടി. പിന്നെ 12 മണിക്ക് എണീച്ചിട്ട് ഫോൺ നോക്കിയപ്പോഴേ എൻ്റെ ഹസ്ബൻഡിൻ്റെ 10-30 മിസ് കോള്. അത്രയും സമയം ഫോണിലൊന്നും കാണാത്തോണ്ടേ, ഫോണൊന്നും എടുക്കാത്തോണ്ട് എന്തേലും പറ്റിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം. അങ്ങനെ അൽഹംദുലില്ലാ ഈദും നന്നായിട്ട് കഴിഞ്ഞു. നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. എന്തായാലും എല്ലാവരും കൂടെ നല്ല ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു മാഷാല്ലാ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നിനി ഇമ്മാൻ്റെ വീട്ടിൽ പോകണം. ഇന്നെന്ന് പറഞ്ഞാൽ പെരുന്നാളിനല്ല, പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് കേട്ടോ. ഇന്നാണ് അവിടേക്ക് എല്ലാവരും വരിക. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവും. ഉമ്മാൻ്റെ വീട്ടിൽ പോയാലും ഫോണൊന്നും നോക്കാനും ഫോൺ എടുക്കാനൊന്നും സമയം കിട്ടലില്ല. ഞങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ഗെയിംസൊക്കെ കളിച്ചിരിക്കലാണ്. വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. യാരബേബിൻ്റെ ഫസ്റ്റത്തെ ഇതല്ലേ, അതുകൊണ്ട് ഓക്കെ എല്ലാവരും വക പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and